നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. വാടാനംകുറിശി മേഞ്ചിത്തറ പ്രദേശത്തെ ക്വാറി പ്രവർത്തനം നിരോധിക്കണമെന്ന ആവശ്യം ശക്തം. ക്വാറി പ്രവർത്തിക്കുന്ന കുന്നിൻ മുകളിൽ നിന്ന് കഴിഞ്ഞ രാത്രി ഉഗ്രശബ്ദം കേട്ട് ഞെട്ടിയുണർന്നതായി നാട്ടുകാർ. മൈനിംഗ് ആൻഡ് ജിയോളജി, റവന്യൂ വകുപ്പുകൾ സ്ഥലത്ത് പരിശോധന ആരംഭിച്ചു. പരിശോധന പഞ്ചായത്ത് അധികൃതരുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ. പിതൃസ്മരണയിൽ കർക്കടക വാവു ബലിതർപ്പണം. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ പുണ്യകേന്ദ്രങ്ങളിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. പുലർച്ചെ ആരംഭിച്ച ചടങ്ങുകൾക്ക് സമാപനമായത് രാവിലെ 10:30. പ്രതികൂല കാലാവസ്ഥയിൽ നദീതീരങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടെ. ഷൊർണൂരിൽ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ റിവർ യൂത്ത് പാർലമെന്റ്. നിളയോരത്തെ യുവജന സംഘടനകളെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് യൂത്ത് പാർലമെന്റ് നടത്തിയത് സംഘടനയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച്. ഭാരതപ്പുഴ പുനരുജ്ജീവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. വാർത്തകൾ വിശദമായി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വാടാനംകുറിശി മേഞ്ചിത്തറ പ്രദേശത്തെ ക്വാറി പ്രവർത്തനം നിരോധിക്കണമെന്ന് ആവശ്യം. ക്വാറികൾ പ്രവർത്തിക്കുന്ന ഭാഗത്തുനിന്ന് ഉഗ്രശബ്ദം ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ രാത്രി പ്രദേശവാസികൾ ഞെട്ടിയുണർന്നിരുന്നു. രാത്രി 1 മണിയോടെയാണ് കുന്നിൻ മുകളിൽ നിന്ന് ഉഗ്രശബ്ദമുണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു. പലരും ശബ്ദം കേട്ട് പുറത്തിറങ്ങി. ശനിയാഴ്ച രാവിലെ മൈനിംഗ് ആൻഡ് ജിയോളജി, റവന്യൂ വകുപ്പുകൾ സ്ഥലത്ത് പരിശോധന നടത്തി. പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. പിതൃമോക്ഷം തേടി കർക്കിടക വാവ് ബലിക്കായി തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പുണ്യകേന്ദ്രങ്ങളിലേക്ക് ആയിരങ്ങൾ. ആറാട്ടുപുഴ മന്ദാരം കടവിൽ നൂറുകണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തി. 30 മുക്കോടി ദേവീ ദേവന്മാർ ആറാടുന്നതായി വിശ്വസിക്കപ്പെടുന്ന മന്ദാരം കടവിലെ പിതൃതർപ്പണ ചടങ്ങുകൾ ഭക്തിനിർഭരമായി. പുലർച്ചെ 12:30 മുതൽ രാവിലെ 10 മണി വരെയായിരുന്നു ആറാട്ടുപുഴയിൽ ബലിതർപ്പണം. ബലിതർപ്പണത്തിനാവശ്യമായ സാധന സാമഗ്രികളും കർമ്മികളും കടവിൽ ലഭ്യമായിരുന്നു. തിലഹോമം, കുവളപ്പറ, എള്ളുതിരി, പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതിനുള്ള സൗകര്യവും കടവിൽ ഒരുക്കി. ബലിതർപ്പണത്തിനെത്തുന്ന എല്ലാവർക്കും കടവിൽ ലഘുഭക്ഷണവും സജ്ജമായിരുന്നു. മാപ്രാണം സുരേഷ് ശാന്തിയും സന്തോഷ് ഇളയത് കുറ്റൂരും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ് മന്ദാരം കടവ് മുങ്ങിയിരുന്നതിനാൽ ബണ്ട് റോഡിലാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. പുഴയിൽ വെള്ളമുയർന്നതിനാൽ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘവും കടവിൽ മുഴുവൻ സമയവും നിർദ്ദേശങ്ങളുമായി ഉണ്ടായിരുന്നു. പോലീസും സ്ഥലത്ത് സുരക്ഷയൊരുക്കി. ജില്ലയിലെ ബലിതർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്രങ്ങളായ കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം, പുഴയ്ക്കൽ ശാസ്താക്ഷേത്രം എന്നിവിടങ്ങളിലും ചാവക്കാട് പഞ്ചവടി തീരം, ചെറുതുരുത്തി ഭാരതപ്പുഴ തീരം എന്നിവിടങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ഇവിടെയെല്ലാം വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലായതിനാൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പിതൃമോക്ഷം തേടി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണത്തിനായി എത്തിയത് ആയിരങ്ങൾ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കായുള്ള പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിലെ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായത്. പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രത്തിൽ ആരംഭിച്ച പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് ആചാര്യന്മാരായ മണികണ്ഠൻ, രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മങ്ങൾക്കായി ക്ഷേത്രം ട്രസ്റ്റ് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. നമോ നമഃ ആ ബ്രഹ്മണോയേ പിതൃവംശ ജാതേ മാതൃസ്തദാ വംശ ഭവാമദീയ മിത്രാണി സഖ്യം പശവശ്ച അധൃതശ്ച സ്വധൃതശ്ച കൃതോപകാര ഏ ജന്മാന്തരേ മമ സംഗതാശ്ച തേഭ്യോ നിത്യം പിണ്ഡബലിം. ഭാരതപ്പുഴയിലെ കനത്ത ഒഴുക്കിനെ തുടർന്ന് പുഴയിലിറങ്ങി കുളിക്കാനായി ഭക്തരെ പോലീസ് അനുവദിച്ചില്ല. ക്ഷേത്രത്തിൽ പിതൃതർപ്പണ കർമ്മങ്ങൾക്കായി എത്തുന്നവർക്കായി പ്രത്യേക ഷവർ ബാത്ത് സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. കൂടാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വസ്ത്രം മാറാനുള്ള സൗകര്യവും സജ്ജമാക്കിയിരുന്നു. കൂടാതെ ഡോക്ടറുടെയും ആംബുലൻസ് സേവനവും ക്ഷേത്രത്തിൽ സജ്ജീകരിച്ചിരുന്നു. പിതൃതർപ്പണ കർമ്മങ്ങൾക്കായി എത്തിയവർക്ക് ലഘുഭക്ഷണവും നൽകി. ക്ഷേത്രത്തിൽ 5000-ഓളം പേർക്ക് പിതൃതർപ്പണ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്രം ഭാരവാഹികളായ മാനേജർ എം.എ. രാജു, ചെയർമാൻ രാമു ചേത്തനാഥ്, ആചാര്യൻ മണികണ്ഠൻ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലി തർപ്പണം നടന്നു. ആചാര്യൻ സുനിൽ ശർമ്മയുടെ നേതൃത്വത്തിലാണ് പിതൃതർപ്പണ കർമ്മങ്ങൾ നടന്നത്. ക്ഷേത്രത്തിലെ പിതൃതർപ്പണ ചടങ്ങ് 2 ദിവസങ്ങളിലായി ക്രമീകരിച്ചതിനാൽ ക്ഷേത്രത്തിൽ പിതൃതർപ്പണ കർമ്മങ്ങൾക്കായി എത്തിയവരുടെ തിരക്ക് കുറവായിരുന്നു. ക്ഷേത്രം പൂജാരി പാഞ്ഞാൾ തോട്ടത്തിൽ മന ശിവശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ
മഹാതിലകഹോമവും പിതൃസായുജ്യ പൂജാകർമ്മങ്ങളും നടന്നു. ആചാര്യൻ സുനിൽ ശർമ്മയുടെ നേതൃത്വത്തിൽ വയനാട്ടെ പ്രളയ ദുരിതത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കായി പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഇക്കൊല്ലത്തെ ഈ വാവുബലി തർപ്പണത്തിൻ്റെ ചടങ്ങ് തുടക്കം കുറിച്ചതിനെ ലോകത്തെ മുഴുവൻ സങ്കടത്തിലാക്കിയ വിഷമത്തിലാക്കി തീർത്ത ഈ വയനാട് ദുരിതത്തിൽ സംഭവിച്ച എല്ലാ പിതൃക്കൾക്കും മോക്ഷപ്രാപ്തിക്ക് വേണ്ടി എല്ലാ തിരുഹോമം മഹാപൂജയോടുകൂടിയാണ് ഈ കൊല്ലം ഉത്രാമ്പലത്തെ അമ്പലത്തിലെ വാവിനോടനുബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളും തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരു സംശയം ജനങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇന്നും നാളെയും വാവുണ്ടോയെന്ന് വെച്ചൊരു സംശയം വരുന്നുണ്ടായി. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും ഈ ചടങ്ങ് നടത്തുന്ന ഇന്നാണ്. പക്ഷെ നാളെ എന്നൊരു ചെറിയ സംശയത്തിൻ്റെ മുകളിൽ ഒരു സ്വല്പം തിരക്ക് കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾ നിർദ്ദേശം തന്നെ നൽകിയിട്ടുള്ളതാണ്. തുടർന്ന് ക്ഷേത്രത്തിൽ പൈങ്കുളം രാമകൃഷ്ണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ദാരികവധ പാട്ടും നടന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മണ്ണൂർ പള്ളിപ്പടി മങ്കര റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം സമാപിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വി എം അൻവർ സാദിഖിന്റെ നേതൃത്വത്തിലാണ് ഏകദിന ഉപവാസം നടത്തുന്നത്. മുസ്ലിം ലീഗ് ആദ്യകാല പ്രവർത്തകനും നേതാവുമായിരുന്ന കെ എസ് സുലൈമാൻകുട്ടി പഞ്ചായത്ത് അംഗം വി എം അൻവർ സാദിഖിന് നാരങ്ങാവെള്ളം നൽകിയതോടെയാണ് ഏകദിന ഉപവാസത്തിന് സമാപനം കുറിച്ചത്. വിവിധ സംഘടനാ നേതാക്കൾ, പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ, നാട്ടുകാർ, സംസ്ഥാന, ജില്ലാ, മണ്ഡലം മുസ്ലിം ലീഗ് നേതാക്കൾ തുടങ്ങിയവരെല്ലാം തന്നെ സമരപന്തലിലെത്തി ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യവും അഭിവാദ്യവും അർപ്പിച്ചു. 60ഓളം പേർ ഉപവാസത്തിൽ പങ്കെടുത്തു. സമാപന ചടങ്ങിൽ വി എം അൻവർ സാദിഖ് അധ്യക്ഷനായി. അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന, ഒരുപാട് രോഗികൾ സഞ്ചരിക്കുന്ന ഈ റോഡ് ഒന്ന് നിങ്ങൾ പുനർനിർമ്മിച്ചു തരണേ എന്ന് ഞങ്ങൾ വളരെ താഴ്മയോടുകൂടി ഈ അധികാരി വർഗങ്ങളോട് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഞങ്ങൾ അവരോട് നിയമപരമായി എല്ലാ രീതിയിലും ഞങ്ങൾ അവർക്ക് നിവേദനം കൊടുക്കുകയുണ്ടായി. മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം പി കെ അബ്ദുള്ളക്കുട്ടി, കരിമ്പ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ അലവി വാലിക്കോട്, പ്രവാസി ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഹമീദ് ഹാജി, പ്രവാസി ലീഗ് കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പി എച്ച് ഹനീഫ, സെക്രട്ടറി ബഷീർ കണ്ണിച്ചാൽ, മണ്ണൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ശിവപ്രകാശ്, കെ എസ് സുലൈമാൻകുട്ടി, കെ എം അബ്ദുൽ ഹക്കീം, കെ പി മുനീർ, പി എം സാദിഖ് അലി, പഞ്ചായത്ത് അംഗം പി യു റജുല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ 5ാം വാർഷികത്തിന്റെ ഭാഗമായി ഇനി ഞങ്ങളും പറയാം എന്ന തലക്കെട്ടോടെ റിവർ യൂത്ത് പാർലമെന്റ് നടത്തി. ഷൊർണൂർ കല്ലിപ്പാടം കാർമൽ സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നിളയോരത്തെ യുവജന സംഘടനകൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇനി ഞങ്ങളും പറയാം എന്ന തലക്കെട്ടിൽ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ റിവർ യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചത്. ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കാനും ചർച്ചകൾ നയിക്കാനും അഭിപ്രായങ്ങൾ അറിയിക്കാനുമുള്ള അവസരം ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. റിവർ യൂത്ത് പാർലമെന്റ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടവും കടന്നു പോകുന്നത് പ്രകൃതിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അല്ല എന്ന് ആർക്കെങ്കിലും പറഞ്ഞത്. ഇന്ന് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള മുതലാളിമാരിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അദാനിയായാലും അംബാനിയായാലും അതിന് താഴെയുള്ള ഞാനായാലും നിങ്ങളായാലും ഇത് ജീവിക്കുന്നത് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരാൾക്ക് വിജയിക്കുന്നത്. പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ ലാഭം അല്ലേ? ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ അഡ്മിനിസ്ട്രേഷൻ ജോയിന്റ് സെക്രട്ടറി ഇ എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ ചാപ്റ്റർ കോർഡിനേറ്റർ രവീന്ദ്രൻ തടത്തിൽ സ്വാഗതം പറഞ്ഞു. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ജനറൽ സെക്രട്ടറി വിനോദ് എം നമ്പ്യാർ വിഷയം അവതരിപ്പിച്ചു. കാർമൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ ഫാദർ പോൾ മാത്യു വിശിഷ്ടാതിഥിയായിരുന്നു. കേരള പ്ലാനിംഗ് ബോർഡ് വർക്കിംഗ് ഗ്രൂപ്പ് അംഗം ഡോക്ടർ വി പ്രേമചന്ദ്രൻ, ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ചാപ്റ്റർ ആക്ഷൻസ് ജോയിന്റ് സെക്രട്ടറി എ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ.
പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ കിള്ളിമംഗലം സർക്കാർ UP സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് സഹായഹസ്തവുമായി പ്രശസ്ത സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ. ക്യാമ്പിൽ കഴിയുന്ന 25ഓളം കുടുംബങ്ങൾക്കുള്ള അവശ്യ സാധനങ്ങളാണ് ക്യാമ്പിൽ നേരിട്ടെത്തി കുടുംബങ്ങൾക്ക് കൈമാറിയത്. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു പ്രശസ്ത സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ ക്യാമ്പ് സന്ദർശിച്ചത്. കാലവർഷക്കെടുതി ഏൽപ്പിച്ച സമ്മർദ്ദത്തിന്റെ പിരിമുറുക്കത്തിലായിരുന്ന ക്യാമ്പിലെ അന്തേവാസികൾക്ക് താരത്തിന്റെ സന്ദർശനം പുതു ഊർജം നൽകുന്നതായിരുന്നു. ക്യാമ്പിലെ 76ഓളം അന്തേവാസികൾക്കൊപ്പം ഏറെ നേരം ചിലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ, വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഉണ്ണികൃഷ്ണൻ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്ദർശന വേളയിൽ ഗോവിന്ദ് പത്മസൂര്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പുതുക്കിപ്പണിത് വർഷങ്ങൾ പിന്നീട് മുമ്പേ മലമ്പുഴ വാരാണിപ്പാലം തകർന്നു. പാലം തകർന്നതോടെ നിരവധി പേരുടെ യാത്രാ സൗകര്യം മുടങ്ങിയിരിക്കുകയാണ്. പാലം തകർന്നതോടെ മലമ്പുഴ പഞ്ചായത്തിലെ കാരക്കാട്, തൂതപ്പള്ളം, കാഞ്ഞിരക്കടവ്, വാരാണി, അക്കരക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം അപ്രാപ്യമായിരിക്കുകയാണ്. മലമ്പുഴ പഞ്ചായത്തിൻ്റെ രൂപീകരണ കാലത്തോളം പഴക്കമുള്ള വാരാണിപ്പാലം ഒരു പതിറ്റാണ്ട് മുമ്പെയാണ് പുതുക്കി പണിതത്. പാലം വീണ്ടും തകർന്നതോടെ 2021 MLA A പ്രഭാകരൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ബലപ്പെടുത്തി. ഈ പാലമാണ് വീണ്ടും തകർന്നത്. കടുക്കാങ്കുന്നം മേൽപ്പാലം തുടങ്ങുന്ന റോഡിൽ നിന്നും വാരാണി ഭാഗത്തേക്കുള്ള റോഡ് വീതി കൂട്ടുന്നതിനായി സ്ഥലം വിട്ടു നൽകാൻ പ്രദേശവാസികൾ തയ്യാറാണെങ്കിലും സ്ഥലമേറ്റെടുക്കൽ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. പ്രളയകാലത്ത് തകർന്ന പാലം നിർമ്മിക്കുന്നതിനു വേണ്ടി നിരവധി ഉറപ്പുകൾ വന്നെങ്കിലും ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. മലമ്പുഴ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഉൾപ്പെട്ട ജനങ്ങളാണ് റോഡിൻ്റെയും പാലത്തിൻ്റെയും ശോച്യാവസ്ഥയിൽ ദുരിതത്തിലായത്. കാരക്കാട്, കുനുപ്പുള്ളി, തൂപ്പള്ളം ഭാഗങ്ങളിലുള്ളവർക്ക് പാലക്കാട് എത്തുന്നതിന് എളുപ്പമാർഗമാണ് വാരാണിപ്പാലം വഴിയുള്ള യാത്ര. പ്രദേശവാസികൾക്ക് എളുപ്പത്തിൽ ടൗണിലെത്താവുന്ന കുനുപ്പുള്ളി പാലക്കാട് ബസ് സർവീസും പാലത്തിൻ്റെയും റോഡിൻ്റെയും ശോച്യാവസ്ഥ മൂലം നിർത്തിവെച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കളഞ്ഞുകിട്ടിയ 15 പവൻ സ്വർണം ഉടമയ്ക്ക് തിരിച്ചു നൽകി തനി തങ്കമായി റെയിൽവേ ജീവനക്കാരി. മങ്കര കുനിയമ്പാടം സ്വദേശിനി ശില്പയാണ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ തനിക്ക് റോഡിൽ നിന്ന് ലഭിച്ച സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ബാഗ് ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായത്. ശനിയാഴ്ച രാവിലെ 6:30യോടെ ജോലി കഴിഞ്ഞ് തിരിച്ചു മങ്കരയിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് വെള്ളറോഡ് ബാങ്കിന് സമീപം വെച്ച് സ്വർണ്ണമടങ്ങുന്ന ബാഗ് റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയത്. ഇതിനിടെ കാളികാവ് പുഴയ്ക്ക് സമീപം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഇവരുടെ അടുക്കൽ സ്വർണവും പേഴ്സും നഷ്ടപ്പെട്ട വിവരം അറിയിച്ച് ബൈക്ക് യാത്രക്കാരി പരാതിപ്പെട്ടിരുന്നു. വടക്കഞ്ചേരി ആയക്കാട് അഴിയത്തുപാടം ശിവദാസന്റെ ഭാര്യയുടേതാണ് ബാഗ് നഷ്ടപ്പെട്ടത്. കാളികാവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ASI മണികണ്ഠൻ, പോലീസുകാരായ ലീല ബാലകൃഷ്ണൻ, ബഷീർ എന്നിവർ CI പ്രതാപനുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തുന്നതിനിടെ ശില്പ മങ്കര പോലീസ് സ്റ്റേഷനിലെത്തി ബാഗ് കൈമാറുകയായിരുന്നു. ഞങ്ങൾ രാവിലെ നമ്മുടെ കൂട്ടുകാരന്റെ മോന്റെ ഒരു ഹോസ്പിറ്റൽ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 6 മണിക്ക് യാത്ര തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൂട്ടുകാരനായ ബാബു ഉണ്ട്, ഈ നിൽക്കുന്ന പുള്ളിയാണ്. പുള്ളിയുടെ വൈഫ് വർക്ക് ചെയ്യുന്നത് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ പുള്ളിക്കാരി മങ്കര താവളത്തിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ മങ്കര വെള്ളറോഡ് പോയിട്ട് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പുള്ളിക്കാരത്തി വരുന്ന വഴിക്ക് ATM ബാങ്കിന്റെ തൊട്ട് മുമ്പായിട്ട് ഒരു പേഴ്സും ഇതുപോലെ തന്നെ ഒരു മൊബൈലും കിടക്കുന്നത് കണ്ട് അതെടുത്ത് ഞങ്ങളെ വന്ന് ഏൽപ്പിച്ചു. എന്നിട്ട് ഞങ്ങളത് തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു ബന്ധപ്പാടിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് 10 മണിക്ക് കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് ഉള്ളത് കാരണം കൊണ്ട് ഞങ്ങളത് കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്യുമ്പോഴേക്കും അതിൽ കോള് വന്നു. കോളെടുത്തു. അത് അവർ ഉടമസ്ഥയിലുള്ള കുടുംബക്കാരൻ്റെ ആയിരുന്നു. ഞങ്ങളപ്പോൾ അത് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട്, സേഫാണ്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു തരാനുള്ള നടപടികളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവർ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റേഷനിൽ SI ഉദയകുമാർ സാറാണെന്ന് തോന്നുന്നു വിളിച്ച് ഞങ്ങളെ വഴി പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ നിൽക്കുന്നത് പറളി ചെക്ക് പോസ്റ്റിന്റെ അടുത്തായിരുന്നു. അവിടെ വന്ന് സാർക്ക് അത് ഞങ്ങൾ തിരിച്ചു കൊടുത്തു. 15ഓളം പവനും ഒരു മൊബൈലും കുറച്ച് പൈസയും ഉണ്ടായിരുന്നു. ബാഗ് തിരിച്ചു നൽകാൻ മാതൃക കാട്ടിയ റെയിൽവേ ജീവനക്കാരിയെ മങ്കര പോലീസ് അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. കൊല്ലം പൊന്മന സ്വദേശി മൂനംവീട് കോളനിയിലെ നിയാസിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ SP നവനീത് ശർമ്മ IPS, ഇരിങ്ങാലക്കുട DYSP KG സുരേഷ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം ആളൂർ SHO KM ബിനീഷാണ് പ്രതി നിയാസിനെ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ 2ലേറെ തവണ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട്.
സംഭവത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിന് പരാതി നൽകിയതോടെ ഒളിവിൽ പോകാൻ ശ്രമിച്ച നിയാസിനെ കൊല്ലം പന്മനയിലുള്ള വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. രാവിലെ ആളൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ നിയാസിനെ റിമാൻഡ് ചെയ്തു. ആളൂർ SIമാരായ KS സുബിന്ദ്, KK രഘു, ASI മിനിമോൾ, സിവിൽ പോലീസ് ഓഫീസർമാരായ സവീഷ് ഹരികൃഷ്ണൻ, ഡ്രൈവർ അനീഷ്, DYSPയുടെ ക്രൈം സ്ക്വാഡ് അംഗം ജീവൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ഉറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പുന്നേക്കാട് റോഡ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും റോഡ് ആവശ്യമാണ്. പക്ഷേ സ്ഥലം വിട്ടുതരാൻ പറയുമ്പോൾ മാത്രം ആർക്കും താല്പര്യമില്ലാത്തൊരവസ്ഥ എല്ലാവിടെയും കാണും. റോഡ് വേണം, പക്ഷെ സ്ഥലം ലേശം നിൽക്കുകയോ ചോദിച്ചാൽ അത് കഴിയില്ല. അപ്പോൾ ഇവിടെ അതല്ല ഉണ്ടായത്. ഇവിടെ സ്ഥലം തന്ന് റോഡ് നമുക്ക് പണിയാനുള്ള സൗകര്യം, എല്ലാ സൗകര്യവും ഈ നാട്ടുകാർ ചെയ്തു തന്നു എന്നതിൽ പഞ്ചായത്തിന് വളരെയധികം സന്തോഷമുണ്ട്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുന്നേക്കാട് പറമ്പ് എഴുത്തശ്ശൻതറ റോഡാണ് നാടിന് സമർപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ വാർഡംഗം VP പാഞ്ചാലി അധ്യക്ഷയായി. ചടങ്ങിൽ വെച്ച് വാർഡംഗം പാഞ്ചാലിയെ നാട്ടുകാർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ ചിലവിട്ടാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം ചോറട്ടൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 4ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഓഗസ്റ്റ് 4 മുതൽ 11 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നവീകരിച്ച അഗ്രശാല സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിക്കും. കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 10 ലക്ഷം രൂപ ചെലവിലാണ് ക്ഷേത്രത്തിൽ അഗ്രശാല നവീകരിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പാരമ്പര്യ ട്രസ്റ്റി PM നാരായണൻ നമ്പൂതിരി യജ്ഞശാല സമർപ്പണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയാകും. നിത്യേന രാവിലെ 7 മുതൽ 8:30 വരെയും 9:15 മുതൽ പകൽ 1 മണി വരെയും പകൽ 2 മുതൽ 4 വരെയും വൈകിട്ട് 4:30 മുതൽ 6:15 വരെയുമാണ് ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കുക. യജ്ഞം 11-ന് സമാപിക്കും. ചോറട്ടൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 3/8/24 ശനിയാഴ്ച കാലത്ത് 8:30 മണി മുതൽ 8 മണിക്ക് ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ട് മനക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഔഷധ സേവ എന്നിവ നടക്കും. 4/8/24 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ക്ഷേത്രത്തിലെ നവീകരിച്ച അഗ്രശാല സമർപ്പണം ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ MR മുരളി നിർവഹിക്കും. ഏതാണ്ട് 10 ലക്ഷം രൂപയാണ് അഗ്രശാല നിർമ്മാണത്തിന് വേണ്ടി ചെലവ് ചെയ്തിട്ടുള്ളത്. ചടങ്ങിൽ പാരമ്പര്യ ട്രസ്റ്റി ശ്രീ PM നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായിരിക്കും. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ C മോഹൻദാസ്, പാരമ്പര്യ ട്രസ്റ്റി PM നാരായണൻ നമ്പൂതിരിപ്പാട്, ട്രസ്റ്റിമാരായ N സേതുമാധവൻ, E ദേവദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. വാടാനംകുറിശി മേഞ്ചിത്തറ പ്രദേശത്തെ ക്വാറി പ്രവർത്തനം നിരോധിക്കണമെന്ന ആവശ്യം ശക്തം. ക്വാറി പ്രവർത്തിക്കുന്ന കുന്നിൻ മുകളിൽ നിന്ന് കഴിഞ്ഞ രാത്രി ഉഗ്രശബ്ദം കേട്ട് ഞെട്ടിയുണർന്നതായി നാട്ടുകാർ. മൈനിംഗ് ആൻഡ് ജിയോളജി, റവന്യൂ വകുപ്പുകൾ സ്ഥലത്ത് പരിശോധന ആരംഭിച്ചു. പരിശോധന പഞ്ചായത്ത് അധികൃതരുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ. പിതൃസ്മരണയിൽ കർക്കടക വാവു ബലിതർപ്പണം. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ പുണ്യകേന്ദ്രങ്ങളിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. പുലർച്ചെ ആരംഭിച്ച ചടങ്ങുകൾക്ക് സമാപനമായത് രാവിലെ 10:30-ഓടെ. പ്രതികൂല കാലാവസ്ഥയിൽ നദീതീരങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടെ. ഷൊർണൂരിൽ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ റിവർ യൂത്ത് പാർലമെന്റ്. നിളയോരത്തെ യുവജന സംഘടനകളെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് യൂത്ത് പാർലമെന്റ് നടത്തിയത് സംഘടനയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച്. ഭാരതപ്പുഴ പുനരുജ്ജീവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.